ചെപ്പാറ റോക്ക് ഗാർഡനിലാണ് ഞാനുള്ളത്. ഈ ചെപ്പാറ റോക്ക് ഗാർഡന്റെ എൻട്രൻസ് ആണ് കേട്ടത്. ഇതന്നെ ഈ എൻട്രൻസ് കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ, ഇങ്ങനെ ഒരു പാറയും ഇതുപോലെ ഒരു പാറയും കുന്നൊക്കെ ആയിട്ട് എന്ത് രസമായി കാണേണ്ട കാഴ്ച തന്നെയാണ് ശരിക്കും. സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ്, ഈ സ്ഥലമൊക്കെ നല്ല രീതിയിൽ വൈറലാവുന്നതിന് മുമ്പ് ഇവിടെ കൂടുതലും കമിതാക്കളൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണെന്നാണ് അവിടെ അടിയിലുള്ളവരൊക്കെ പറയുന്നത്. എന്താല്ലേ, എന്ത് ഭംഗിയല്ലേ, നോക്കി നിങ്ങള് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ട്, ഈ പാറ എന്ന് പറഞ്ഞാൽ കുറെ ദൂരം ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം ഞാൻ നിങ്ങളെ. പക്ഷെ ഇതിന്റെ മുകളിൽ നിന്നിട്ട് ഈ വ്യൂ ഇങ്ങനെ കാണാം, എന്തൊരു ഭംഗിയാന്ന് ആലോചിച്ചു, എന്ത് രസാണ്. ഇതാണ് ശരിക്കും. ഇത് ഞാൻ ഒരു 4 മണി നേരത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം വയനാട് ഉണ്ടായതിനു ശേഷം ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നും ആളില്ല കേട്ടോ. അത് ഇവിടെയും അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര തിരക്കാവാറുണ്ടായിരുന്നു. അടിയിൽ ചോദിച്ചപ്പോഴും പറഞ്ഞാൽ അതെ അങ്ങനെ പറഞ്ഞത്. അടിയിൽ ഒരു കടയിൽ ചോദിച്ചപ്പോൾ, ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ചോദിച്ചപ്പോൾ അവിടെയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടാ. തൃശ്ശൂർ ചെപ്പാറ വന്നിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാം. ശരിക്കും ഇത് എന്താ പറയാ, ഒരു അത്രയും ഫേമസ് ആയിട്ടില്ലാത്തൊരു സ്ഥലം തന്നെയാണ്. അത്രയും ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി വെച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താൻ ഈ സ്ഥലത്തിന് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ സാധ്യതയുള്ള, നമ്മുടെ വാഗമണ്ണൊക്കെ പോകുമ്പോൾ നമ്മൾ കുറേ മൊട്ടക്കുന്നിനുള്ള മുകളിലൊക്കെ കയറിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ശരിക്കും ഇവിടെ വരണം. തൃശ്ശൂർ പോവുകയാണെങ്കിൽ തൃശ്ശൂർ ഒരു ദിവസം ചിലവഴിക്കാൻ, ഒരു ദിവസമല്ല ഒരു 10 ദിവസം തൃശ്ശൂർ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലം അല്ലെങ്കിൽ വരേണ്ട സ്ഥലമാണ്. അതിൽ ഉൾക്കൊള്ളിക്കേണ്ട സ്ഥലമാണിത്. ഒരുപാട് ഫോട്ടോസ് എടുക്കാം, പിന്നെ പ്രകൃതി നമുക്ക് ആസ്വദിക്കാം. കിളികളുടെ ശബ്ദം, കുറേ വെറൈറ്റി മീൻസ് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ കുറേ മൂങ്ങേര ശബ്ദമൊക്കെ കേൾക്കായിരുന്നു. അതേപോലെ മയിലുകളുടെ ശബ്ദം. നമുക്ക് പ്രകൃതിനെ ശരിക്കും അനുഭവിച്ചറിയാം. ആ ഒരു ഭംഗിയും ആ പ്രകൃതിയുടെ ഭംഗി, പ്രകൃതിയുടെ ആ ശബ്ദം, അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാം. ഈ വീഡിയോ ഇപ്പോൾ എടുത്തിട്ടുള്ളത് DJI Action 2 അതേപോലെ തന്നെ S23 Ultra'യിലൊക്കെയാണ്. ഈ വീഡിയോ ഒക്കെ കാണുന്നത് ഇപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നൊക്കെ DJI Action 2 ഞാനിപ്പോൾ S23 Ultra വരുമ്പോൾ ഞാൻ പറയാം. മഴക്കാലമാകുമ്പോൾ ആകാശത്തിനൊരു ഭംഗി കുറവായിരിക്കും ഉണ്ടാ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആകാശത്തിൻ്റെ ആ നീല കളറും ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് മഴക്കാലത്ത് ഉണ്ടാവാമല്ലോ. പക്ഷെ ഇതിൻ്റെ മുകളിൽ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഭയങ്കര ഭംഗിയുള്ള ആകാശമാണ് ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്താ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടെ ഒന്ന് ഫീൽ ചെയ്താൽ തന്നെ അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. എന്തുമാത്രം അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല വീഡിയോയിലായതുകൊണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ആകാശം തന്നെയായിരുന്നു. ഈ ഒരു ഇതിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കും ഗംഭീരമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇളം വെയിലുള്ള ഒരു ടൈമിലൊക്കെ.
ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് S23 അൾട്രയിലാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ആ കളറിൻ്റെ ഒക്കെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. ഇത് രണ്ടും മറ്റേത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡും ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കണ്ടാ. പിന്നെ ഇത് S23 അൾട്ര 10x സൂം ആട്ടാ. എന്താല്ലേ സൂം, എനിക്ക് ഈ ഫോൺ ഭയങ്കര ഇഷ്ടമായിട്ടാ. എനിക്ക് കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് വില കുറഞ്ഞു. S23 അൾട്രയ്ക്ക് ഭയങ്കരമായിട്ട് വില കുറയാന്ന് പറഞ്ഞാൽ 1,20,000 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 75-നൊക്കെ കിട്ടും. 75 70,000-നൊക്കെ ഓഫർ അടക്കം നമുക്ക് കിട്ടാനുണ്ട് പുറത്ത് പുതിയ ഫോൺ. പക്ഷെ ഇത് ബാക്കിയുള്ള ഫോണുകളിൽ ഈ റേഞ്ചിൽ, ഈ പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള ലേറ്റസ്റ്റ് ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ക്യാമറയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ക്യാമറയാണ് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ ഐഫോണൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐഫോണുകളൊക്കെ എന്തുകൊണ്ടും മികച്ചത് ഈ ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. മുനീറകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മറയൂര് വരെ പോകേണ്ട കാര്യമില്ല. അത് നമ്മുടെ തൃശ്ശൂർ തന്നെയുണ്ട്. തൃശ്ശൂര് ചപ്പാറ തന്നെയുണ്ട്. ഏകദേശം 6000 വർഷമൊക്കെ പഴക്കമുണ്ടെന്നാണ് കേട്ടോ പറയണത്. എന്താ അല്ലേ, എന്താ പച്ചപ്പ്! ആ പാറയുടെ ഒരു കറുത്ത നിറവും അതേപോലെ തന്നെ അതിൻ്റെ മുമ്പിൽ കാണുന്ന ആ പച്ച നിറം, പച്ചപ്പ്, അതേപോലെ മുകളിൽ കാണുന്ന നീല ആകാശം. എന്താ അല്ലേ, എന്താ ഭംഗി! വേറെ എവിടെയല്ല ഇങ്ങനെ ഒരു സ്ഥലം. അതായത് നമ്മളിപ്പോൾ മൂന്നാർ, ഊട്ടി, വാഗമൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള മൊട്ടക്കുന്നുകൾ, അതുപോലെ തണവ്, അങ്ങനെ ഒരു സംഭവമാണല്ലോ. പക്ഷെ ഇവിടെ ആ ഒരു ഫീലല്ല, ഇവിടെ വേറെ ഒരു ഫീലാണ്. ഇതിപ്പോൾ DJ Action 2 എടുക്കുന്നത്. ഇത് വൈഡായിട്ട് നമ്മുടെ മുനീറ കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. അത്യാവശ്യം വൈഡ് കിട്ടുന്നുണ്ട് നമുക്ക്. അത്യാവശ്യം വൈഡ് ആംഗിള്, നല്ല രീതിയിൽ ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ DJ Action 2 ഫുള്ള് ആ റൗണ്ട് ഫുള്ള് കാണാല്ലേ. നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളമുള്ള ഒരു കുളമാട്ടത്. ഇത് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയതാണ്, ഇവിടെ എങ്ങനെയാണാവോ ഇതിൻ്റെ ഉള്ളിൽ മീൻ വരുന്നത്? ഇത്രയും മുകളിൽ നിൽക്കുകയാണ്, വേറെ ഒരിക്കൽ നിന്നും വെള്ളം ഒഴുകി വരുന്നത് കണ്ടൂലേ. മീനൊക്കെ ഈ കുളത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ വന്നത്?
എവിടെ പോയാലും എത്ര ദൂരം സഞ്ചരിച്ചാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് കാടുകളൊക്കെ ഉണ്ട്. അവിടുന്ന് മയിലിൻ്റെയും കിളികളുടെയൊക്കെ സൗണ്ട്, മൂങ്ങയുടെ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചൊക്കെ നടന്നപ്പോൾ കുറച്ച് പച്ചപ്പൊക്കെ കൂടുതലുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടാണ്. പച്ചപ്പെന്ന് പറയുമ്പോൾ കാടും അങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന പോലൊരു സ്ഥലം. അവിടെ ആടിനൊക്കെ മേയ്ക്കാനായിട്ട് ആൾക്കാരെ വിട്ടുണ്ട്. Seen her face across the crowded room, emerald eyes cutting through the gloom, a secret smile playing on her lips, like a whisper on fingertips. She moves with grace, a silent storm. ഓരോ സൂമിലും നല്ല ക്ലാരിറ്റി ഉണ്ടാ, കണ്ടില്ലേ? ആടിൻ്റെ കളറൊക്കെ കണ്ടില്ലേ? എന്തൊരു ഭംഗിയാ, പച്ചപ്പും. S23 വേറെ ലെവൽ തന്നെയുണ്ട് ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ 10x സൂം കാണിക്കട്ടെ ഞാൻ. 10x സൂമിലും വേറെ ലെവൽ തന്നെയത്, കണ്ടില്ലേ? എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഇത് 10x സൂമാ. കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. രണ്ട് ആടുകൾ തമ്മിൽ ഇടികൂട്ടാൻ തോന്നുന്നു കേട്ടോ. Our paths will cross, the truth unveiled, whatever the cost. But for now she's a dream, a fleeting sight, a mystery girl beneath the sky. Mysterious girl, a haunting frame, a whisper of magic, a melody of rain. Mysterious girl, a whisper of magic, a melody of rain. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇതിലെ ആളുകൾ ബൈക്ക് അതുപോലെ കാറൊക്കെ മുകളിലേക്ക് കയറ്റണം കണ്ടുട്ടാ. ഇത് കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അതറിയില്ല. ഞാൻ അടിയിൽ താഴെ വണ്ടി വെച്ചിട്ടാണ് മുകളിലേക്ക് കയറിയത്. ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാറൊക്കെ ഇവിടെ മുകളിലേക്ക് കയറ്റണമെന്ന്, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയില്ല ആളുകൾ. പിന്നെ കാറൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ മെയിൻ എൻട്രൻസ് അല്ലാണ്ട് മറ്റേ വഴി കൂടെ ഇവിടേക്ക് കയറ്റാൻ തോന്നുന്നു. എന്തായാലും കയറ്റുമ്പോൾ സ്വന്തം റിസ്കിൽ കയറ്റുക. എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനി ഉത്തരവാദിയില്ല കേട്ടോ. തിരിച്ച് നടക്കുക കേട്ടോ. ഞാൻ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തിരിച്ച് നടക്കുക. അത്യാവശ്യത്തിന് വെയിലൊക്കെ താഴെ പോയി, ഒരു 5 മണി നേരമൊക്കെ ആയി. അതുകൊണ്ട് ഇപ്പോൾ വലിയ വെളിച്ചൊന്നും, വെളിച്ചമുണ്ട്, വെളിച്ചില്ല എന്നല്ല, എന്നാ ലൈറ്റൊക്കെ ഇത്തിരി കുറഞ്ഞു. വീഡിയോസൊന്നും ചെറുതായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് എഡിറ്റ് ചെയ്തത് വളരെ മോശമായെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറഞ്ഞോളൂ കേട്ടോ. ചെറുതായിട്ടൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ചെറിയൊരു ഫിൽറ്റർ ഇട്ടുണ്ട്, അത്രേ ഉള്ളൂ.
crowded room. Emerald eyes cutting through the gloom. A secret smile playing on her lips, like a whisper on fingertips. She moves with grace, a silent storm, leaving whispers in a waking form. Disappears like smoke in the dead of night, a haunting memory of fading light. Mysterious girl, where do you go? Who are the secrets you long to know? A melody lost, a whisper rhyme, a puzzle unsolved, a question of time. A question of time. Maybe one day our paths will cross, the truth unveiled, whatever the cost. But for now she's a dream, a fleeting sign, a mystery girl beneath the sky. Mysterious girl, where do you go? Who are the secrets you long to താഴെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു തട്ടുകടയിൽ നല്ല പോത്തിറച്ചിയും അതേപോലെ തന്നെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു. ഇതതിന് വേണ്ടിയിട്ട് പോത്തിറച്ചി ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. are the memory of fading light. Oh, mysterious girl, where do you go? Who are the secrets you long to know? A melody lost, a whisper rhyme, a puzzle ഇതാണ് മക്കളെ മിനി ഊട്ടി. നമ്മുടെ തൃശ്ശൂർ പൂമല ഡാമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് തൃശ്ശൂർ നമുക്ക് കാണാം കേട്ടോ. കണ്ട ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് S23 അൾട്രയിലാണ് കേട്ടോ. beneath the sky. Question of time. Maybe one day our paths will cross. The truth unveiled, whatever the cost. But for now she's a dream, a fleeting sign, a mystery girl beneath the sky. Beneath the sky. ഇവിടെയായിട്ട് നമുക്ക് പുത്തമ്പള്ളി കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം തൃശ്ശൂർ മൊത്തം കാണാം. വെടിക്കെട്ടൊക്കെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടൊക്കെ ഗംഭീരമായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും.